ഞാൻ പാട്ട് വെക്കുന്നില്ല. ഇതാണ് അതിൻ്റെ ഏരിയയിൽ. പിന്നെ നമുക്ക് അതിൻ്റെ ചാനലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനും പിന്നെ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഉള്ളതാണ് ഞാൻ നോക്കുന്നത്. യെസ്, കിട്ടിയിട്ട് ഇത് കണ്ട. ഇവിടെ ഇതിങ്ങനെ തുറന്നു വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ CD ഇട്ടുകൊണ്ടിരുന്നത്. ഹായ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിപ്പോൾ നിങ്ങൾ കാണിക്കാൻ പോകുന്നത് ഇവിടെ കുറേ നാളായിട്ടുള്ളൊരു സാധനമാണ്. അമ്മയ്ക്ക് പണ്ട് എൻ്റെ ചെറുപ്പത്തിലൊരു കടയുണ്ടായിരുന്നു, കോട്ടൺ ഹോംസ് എന്ന് പറഞ്ഞ കട. അപ്പോൾ ആ കടയിൽ ഈ സാധനം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ സംഭവം കണ്ടിട്ടുണ്ട്. പിന്നെ ഇരിങ്ങാലക്കുട ട്രീറ്റ്മെൻറ്റ് സമയത്ത് അന്ന് ഞാനിത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതെൻ്റെ സ്വന്തമാണ്. അപ്പോൾ ഇത് അച്ഛൻ മേടിച്ചതാണോ അപ്പച്ചൻ മേടിച്ചതാണോ എനിക്ക് കറക്റ്റായിട്ട് അച്ഛൻ മേടിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അമ്മയ്ക്ക് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഓക്കെ, ഇതിപ്പോൾ എത്ര പേരുടെ വീട്ടിലുണ്ടെന്ന് എനിക്കറിയില്ല. ഇത് എൻ്റെയൊക്കെ പ്രായത്തിലുള്ള എത്ര പേര് ഈ സംഭവം കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല. അപ്പോൾ ഏതായാലും ഞാൻ കാണിച്ചു തരാം എന്താണ് ഏതാണെന്നുള്ളത്. ഇത് കണ്ടോ, ഇതാണ് സാധനം. പഴയ ഒരു ടേപ്പ് റെക്കോർഡർ. ഇതിൽ നമുക്ക് ഞാൻ പാട്ട് വെക്കുന്നില്ല. ഇതാണ് അതിൻ്റെ ഏരിയയിൽ. ഇത് പാടുന്ന കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ചാനലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനും പിന്നെ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. പിന്നെ ഇതുണ്ട്, ഇത് AM FM അങ്ങനെ മാറ്റാനുള്ളൊരു ബട്ടൺ. ഇത് പിന്നെ പിടിയാണിത്, പൊക്കുവഴുന്ന ഇതൊക്കെ ചെയ്യാനായിട്ട്. ഇതൊക്കെ എന്തൊക്കെയോ ബട്ടണുകളാണ്. എനിക്ക് പറ്റി വലിയ പടിപാടില്ല. ഇതെനിക്ക് തോന്നുന്നു ഏതോ ഒരെണ്ണം ഞെക്കി ചെയ്യുമ്പോഴത്തേക്കും ഇത് ഓപ്പണായി വരേണ്ടതായിരുന്നു ഈ ഒരു സംഭവം. അത് കുറച്ച് കഴിയുമ്പോൾ പൊങ്ങി വരും. ഇവിടെ ഉള്ളത് പൊങ്ങി വന്നില്ല, അതോടെ പൊങ്ങി വരും. പൊങ്ങി വന്നു, അല്ല പൊങ്ങി വന്നു. എന്തോ ഒരു സംഭവം ഞെക്കി കഴിയുമ്പോഴത്തേക്ക് ഈ താഴത്തെ ഇതില്ലേ അടപ്പ്, അതിങ്ങ് തുറന്നു വരും. അത് ഏതാണെന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. യെസ്, കിട്ടിയിട്ട് ഇത് കണ്ട. ഇവിടെ ഇതിങ്ങനെ തുറന്നു വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ CD ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങളില്ലാത്തോടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ രണ്ടൊരു കുറ്റി പോലെ സാധനമുണ്ട്. ഒരു മിനിറ്റ്, ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പം കണ്ടോ നിങ്ങൾ, രണ്ട് കുറ്റി പോലെ സാധനം. എന്താ ഇത് കണ്ടോ, ഇത് ഇവിടെ ഒരു കുറ്റിയുണ്ട്, ഇവിടെ ഒരു കുറ്റിയുണ്ട്, രണ്ട് കുറ്റിയുണ്ട്. എത്ര പേർക്ക് കാണാമെന്ന് എനിക്കറിയത്തില്ല, കാണാമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ കുറ്റിയിൽ കിടന്നിട്ടാണ് കാസറ്റ് ഇങ്ങനെ റോളാവുക, മനസ്സിലായോ? ഒരു ഫിലിം പോലെയാണ്. ചിലപ്പോൾ അതിങ്ങനെ ചുറ്റും. അപ്പം ഉദാഹരണം, ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ, ഇങ്ങനെ ഒച്ച വെക്കും. അന്നേരം നമ്മൾ എന്ത് ചെയ്യുക, അതെടുത്തിട്ട് അത് നമ്മൾ എന്തോ ചെയ്യണത് എന്താണെന്നുള്ളത് ഞാൻ കറക്റ്റ് വിട്ടുപോയി. എന്തോ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും അത് ശരിയാവും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് അടച്ചു വയ്ക്കാം. ഇത് അടയ്ക്കാൻ ഭയങ്കര സിമ്പിളാണ്. ചുമ്മാ അങ്ങോട്ട് തള്ളി വെച്ചാൽ ഇതിപ്പോൾ ഇത് ഇങ്ങനെ ഇനി നടഞ്ഞോളൂ. അടഞ്ഞു. പഴയതായില്ലേ, അതിൻ്റെ എത്രയോ വർഷം പഴക്കമുണ്ട്. എത്ര വർഷം പഴക്കമുണ്ടെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. പിന്നെ ഇതൊക്കെ വോളിയം കൂട്ടാനും കുറയ്ക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങളാണിത്. അത് കറക്റ്റ് വായിച്ച് പറഞ്ഞതിൽ നടക്കില്ല, ഇതിൽ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുമോ നോക്കൂ. ഇതാണെന്ന് തോന്നുന്നു ഓൺ ഓഫ് ബട്ടൺ. അപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് പ്ലേ ചെയ്താൽ എനിക്ക് കോപ്പറേറ്റ് സ്ട്രൈക്ക് കിട്ടും. അത് വേറെ കാര്യം. സ്ട്രൈക്കല്ലേ, ക്ലെയിം. അതിൽ ഞാൻ വെറുതെ ഒന്ന് കേൾപ്പിക്കാം. ഇത് ഇങ്ങനത്തെ പിന്നായതുകൊണ്ടേ ഇവിടെ ഇരിക്കട്ടെ, ഇവിടെ ഈ
ഇവിടെ ഇരിക്കുള്ളൂ ഇത്. ഓക്കെ, ശരിയായില്ല, കുത്തിയത് ശരിയായില്ലേ? ആയല്ലോ, പിന്നെന്താ? ഹലോ ഹലോ, ആ മതി 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 മതി. പാടുമെന്ന് മനസ്സിലായില്ലേ? അത് മതി, അത്രയും മനസ്സിലാക്കിയാൽ മതി. വേറൊന്നുമല്ല. അതെ, നമ്മൾ ഈ യൂട്യൂബിലൊക്കെ നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടുമ്പോഴായാലും ഏതെങ്കിലും പാട്ട് പ്ലേ ചെയ്യുമ്പോഴായാലും നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. അല്ലേ കോപ്പിറൈറ്റ് സ്ട്രിക്ക് കിട്ടും, മച്ചാ, സീനാണ്. അതാണ്, അതുകൊണ്ടാണ് കേട്ടോ. കുറേ ദിവസമായി ഞാനിത് പരിചയപ്പെടുത്തണം എന്ന് വിചാരിക്കുന്നു. ഇന്നിപ്പോൾ പുറത്തൊന്നും പോയില്ല, വീട്ടിലായാലും അത്ര കാണിക്കത്തക്ക ഒരു കണ്ടൻറ്റ് കാര്യങ്ങളൊന്നും കിട്ടിയില്ല. സംഭവം നമ്മൾ ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണല്ലോ ഇത്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഇന്ന് ഇങ്ങനെ പോട്ടെ എന്ന്. ഈ റേഡിയോ എന്തായാലും കാണിക്കണം എന്ന് വെച്ചാൽ കുറേ നാളായി. ഇത് തന്നപ്പോൾ ഇന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ശരി, നമുക്ക് നാളെ കാണാം. ബൈ.